ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സാധനമാണ്. വെറൈറ്റി എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെറൈറ്റി ആക്കിയാലൊന്ന് തീരുമാനിച്ച്. സാധാരണ രാവിലെ എണീറ്റ് പിടച്ചടിച്ച് ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പം ഇന്ന് കുറച്ച് മെനക്കെട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം എൻ്റെ കെട്ടിന് ജോലിക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കിഴങ്ങ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, പുതിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾ പുതിയതൊന്നും വെക്കണ്ട, ഉള്ള ചട്ടി വെച്ചാൽ മതി. എൻ്റെ ഈ പുതിയതുണ്ടായതുകൊണ്ട് ഞാൻ പുതിയത് വെച്ചതാണ് ഗൈസ്. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ കുറേ കുനുകുനാ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഞങ്ങളുടെ വീട്ടിലൊരു മരം തന്നെ ഉണ്ടായതുകൊണ്ട് എന്ത് കറി വെച്ചാലും ഞാൻ അതിനകത്ത് കറിവേപ്പില ഇടും കേട്ടോ. കറിവേപ്പില മസ്റ്റ് ബിഗിലേ അങ്ങനെയല്ലേ പറയുന്നത്. എന്തായാലും കറിവേപ്പില ഇടും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നല്ല എരി ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരേ ഒരു പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എരി വേണ്ടാന്ന് വിചാരിച്ച് കുഞ്ഞിനൊക്കെ കൊടുക്കണ്ടുള്ളതല്ലേ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തതിലേക്ക് നമുക്ക് എന്താണ് ചേർക്കേണ്ടത്? അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഗൈസ്, കുനുകുനാ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള. തോനെ കട്ടിയൊന്നും അരിയലും, കട്ടി കുറഞ്ഞ് തന്നെ അരിയണം. അതപ്പം പെട്ടെന്ന് വഴണ്ട് വരികയും ചെയ്യും. നമുക്ക് വലിയ മെനക്കേടില്ല. എനിക്കിങ്ങനെ മെനക്കെട്ട പരിപാടികളൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്. ഞാനിങ്ങനെ മെനക്കെടാറേ ഇല്ല കേട്ടോ. അതുകൊണ്ട് എത്രയും കനം അരിയാം അത്രയും കനം കുറച്ച് തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ സവാള പെട്ടെന്ന് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് വഴണ്ട് വന്നിരിക്കുന്നു. സവാള വഴണ്ട് വന്നതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാടേ എന്ന് നിങ്ങൾ പറയും. പക്ഷേ ഞാനുണ്ടാക്കിയതല്ലേ, അത് നിങ്ങളും കൂടി കാണണ്ടേ എന്ന് കരുതിയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെ നിങ്ങളടുത്തൊക്കെ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് അതുപോലെ ചെയ്താൽ സെറ്റായാലോ. അങ്ങനെ നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട, ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്കും കിടിലൻ സാധനമാണ്. അമ്മക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. കിഴങ്ങ് ഉപ്പിട്ടാണ് ഞാൻ കിഴങ്ങ് വേവിച്ച് വെച്ചിരുന്നത്. അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതവിടെ സെറ്റാക്കി ഇങ്ങനെ വെക്കുക. പിന്നെ ദോശയുടെ കാര്യം അത് പറയേണ്ട ഗൈസ്. ദോശ ഉണ്ടാക്കാൻ വേണ്ടി കല്ലടുപ്പത്ത് വെച്ചിട്ട് തവ അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് ചൂടാക്കിയിട്ട് ഒന്നൊന്ന് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കുടഞ്ഞ് അതിങ്ങനെ ആ വെള്ളം ഒന്ന് തുടച്ച് മാറ്റാം. ചിലപ്പം വെള്ളം അതിനകത്ത് പറ്റുമായിരിക്കും, എന്നാലും വേണ്ട, കുറച്ച് നമുക്ക് തുടച്ച് മാറ്റാം. അത് കഴിഞ്ഞ ശേഷം ദോശത്തവ മൊത്തത്തിൽ ഞാൻ എണ്ണ പുരട്ടിയെടുക്കുകയാണ്. പഴയ ദോശത്തവയുണ്ട്, ചിലപ്പോൾ ഇളവി വരാൻ പാടായിരിക്കും. എണ്ണ തേച്ചാലേ ഇളവി വരത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ട്രയൽ ദോശ കുറച്ച് മാവ് കോരി ഒഴിച്ച് നല്ല രീതിയിൽ കറക്കി പരത്തിയെടുക്കണം. നോക്കൂ ഗൈസ്, ദോശ ഉണ്ടാക്കുമ്പോൾ ശരിയായില്ല. എന്താ പറ്റിയെന്ന് പറയുമ്പോൾ സാധാരണ എനിക്ക് ശരിയാവുന്നത്, എപ്പോഴും എല്ലാവർക്കും ശരിയാവണമെന്നില്ലല്ലോ. ഇപ്രാവശ്യം എനിക്ക് ശരിയായില്ല. അങ്ങനെ ആദ്യത്തെ ദോശ ഇതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. എനിക്ക് സങ്കടമായി. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇനിയും ട്രൈ ചെയ്യും. ആകെപ്പാടെ കുറച്ച് മാവേ ഉള്ളായിരുന്നു. ഇന്നലെ ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന മാവാണ് ഇന്ന്. അപ്പോൾ തോനെയൊന്നുമില്ല. കുളമാവോ, ദോശയും മസാല ദോശയും എല്ലാം കൂടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളത്തിലാവോ എന്ന് പേടിച്ച്. എന്നാലും കുഴപ്പമില്ല, അടുത്ത ട്രൈയിലേക്ക് പോയി. പിന്നെയും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ചട്ടിയൊന്ന് തണുപ്പിച്ച് അതിനകത്തോട്ട് എണ്ണയൊക്കെ സെറ്റാക്കിയിട്ട് രണ്ടാമത്തെ ദോശയും ഒഴിച്ച് പരത്തി അങ്ങോട്ട് എടുത്തതും വീണ്ടും അവിടെ ഇവിടെയും ഹോള് വീഴാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അതെ, രണ്ടാമത്തെ ദോശയും പാളിപ്പോയി. എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. എൻ്റെ ദോശകളൊന്നും ശരിയാവുന്നില്ല ഗൈസ്. സാധാരണ ശരിയാവുന്നതാ. അങ്ങനെ രണ്ടാമത്തെ ദോശയും ഞാൻ ശരിയാക്കിയിട്ട് ശരിയാവാതെന്നപ്പോൾ എനിക്ക് വിഷമായി. എങ്കിൽ പിന്നെ കൊളായ ദോശയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ ശരിയാവുമെന്ന് വിചാരിച്ചല്ല ഞാൻ നെയ്യ് ഒഴിക്കുന്നത്. ഉണ്ണിക്കണ്ണന് കൊടുക്കാനായതുകൊണ്ട് നെയ്യൊക്കെ കുറച്ച് ചെല്ലട്ടെന്നും പറഞ്ഞ് നെയ്യ് ഒഴിച്ച് കൊടുത്തതാണ്. ഉള്ളിൽ ചെല്ലട്ടെന്നും പറഞ്ഞ് നെയ്യ് ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ ഞാൻ മൂന്നാമതൊരു ദോശ ഉണ്ടാക്കി ഗൈസ്. അതങ്ങനെ ശരിയായിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. അങ്ങനെ മൂന്നാമത്തെ ദോശയിലോട്ട് മസാലയൊക്കെ കോരി വെച്ച് മടക്കിയെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മൂന്നാമത്തെ ദോശ. ഇഷ്ടപ്പെട്ടോ? അവസാനമായി ഞാൻ ബാക്കി വന്ന മാവെല്ലാം കൂടി കോരി ഒഴിച്ച് വലിയൊരു ദോശയും ഉണ്ടാക്കി. ആ തവയുടെ അത്രയുള്ള ദോശ, അതും ഏകദേശം ശരിയായിട്ടുണ്ട്. ഹോളും കാര്യങ്ങളൊന്നും വീണിട്ടില്ല. അങ്ങനെ ബാക്കി വന്ന മസാലയും കോരി വെച്ച് വലിയ ദോശ. ഇതെൻ്റെ ഉണ്ണിക്കണ്ണനുള്ള ദോശയാണേ. ഉണ്ണിക്കണ്ണന് വലിയ എന്തോ കൊടുത്താലും എനിക്കൊന്ന് മതിയമ്മ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ വലിയ ദോശ അവൻ കഴിക്കട്ടെന്ന് വിചാരിച്ച് അങ്ങനെ അതിനകത്ത് ബാക്കി വന്ന എല്ലാ മസാലയും വാരിയിട്ട് സെറ്റ് ചെയ്ത് മടക്കി ഞാനങ്ങ് വെച്ച്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചമ്മന്തിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ചമ്മന്തിക്കറി ഇല്ലാതെ അതെന്തൊരു മസാല ദോശ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ
തേങ്ങയൊക്കെ അരച്ച് തിരുമ്മി മസാല ദോശ ചമ്മന്തിക്കറി ഉണ്ടാക്കിയിരിക്കുന്നു. നല്ല ചമ്മന്തിക്കറിയായിരുന്നു. അങ്ങനെ എൻ്റെ ദോശയും മസാല ദോശയും ചമ്മന്തിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. കുറച്ച് മെനക്കെടാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.